ബാക്കിയുള്ളൊരു നാട്ടുകാർ കണ്ട ആൾ നീച്ചിട്ടുണ്ട് കേട്ടോ എന്ന് അറിയുമല്ലോ, അത് അറിയിക്കണ്ട, ഇതാരും അറിയണ്ട, നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. നമ്മൾ ഈ പബ്ലിസിറ്റി ചെയ്യാൻ ഒരുപാട് ഉഷാറാണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താ പബ്ലിസിറ്റി? നമ്മൾ അള്ളാഹുവിന് വേണ്ടി കുറച്ച് ഒളിപ്പിച്ചു വെക്കുക, നമ്മളും റബ്ബും മാത്രം അറിഞ്ഞാൽ മതി. ആ ഒരു ബന്ധം അങ്ങോട്ട് ആയിക്കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് അതിൻ്റെ മധുരം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും. സല്ലു അലൻ നബിയ്യി മുഹമ്മദിൻ വആലിഹി കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. നമ്മൾ പ്രത്യക്ഷത്തിൽ മുസ്ലിമീങ്ങളെന്ന് ഭയങ്കര ഉഷാർ. നമുക്ക് പള്ളിയുണ്ട്, നല്ല അന്തസ്സുള്ള പള്ളിയുണ്ട്, നല്ല അന്തസ്സുള്ള മദ്രസ ഉണ്ട്, നമ്മുടെ പരിപാടികളും വാദമൊക്കെ ഉഷാറ. എത്രയോ ആയിരക്കണക്കിന് ആൾക്കാരൊക്കെയാണ് ഓരോരോ വാദിനൊക്കെ വരല് അല്ലേ. നമ്മുടെ നൗഷാദ് വാക്കവി ഉസ്താദും കബീർ വാക്കവി ഉസ്താദിൻ്റെ ഒക്കെ വാദുകളൊക്കെ എന്തൊരു ഗംഭീരാണ്, മാഷാ അല്ലാഹ്. എത്രയാണ്, അൽഹംദുലില്ലാഹ്. എന്തപ്പോ ആ ഒരു ഉണർവിന് മാത്രമുള്ള മാറ്റം നമ്മുടെ സമൂഹത്തിൽ എന്താ കാണുന്നില്ലല്ലോ. അതാണ് എൻ്റെ ബേജാറ്. ആവേശം ഭയങ്കര ഉഷാറായ മാറ്റം കാണുന്നില്ല. നമ്മളെ പഴയ ആൾക്കാർ തന്നെ അത് കഴിഞ്ഞ് വിരിഞ്ഞു പോയാൽ കഴിഞ്ഞു. പിന്നെ എന്താ ഈ മാറ്റം വരാത്തത്? അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാതെ മാറ്റം വരില്ല. നിങ്ങളും അല്ലാഹും തമ്മിലുള്ള ബന്ധം ക്ലിയർ ചെയ്തോ അവിടെ ക്ലിയർ ആവും. മഹാന്മാർ പറയുമായിരുന്നു, ഞാനും അല്ലാഹും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ എൻ്റെ കുതിരയോ ഞാൻ വാഹനം ഓടിക്കുന്ന എൻ്റെ കഴുതയോ ഒന്ന് കാലിടറിയാൽ എനിക്ക് മനസ്സിലാകും എന്തോ ഒരു കുഴപ്പം സംഭവിച്ചിട്ടുണ്ട് എന്ന്. ഞാനും എൻ്റെ റബ്ബും തമ്മിൽ, എൻ്റെ വീട്ടിലെ എൻ്റെ ഭാര്യയുടെ പെരുമാറ്റത്തിൽ ഒരു സ്വരമാറ്റം, എൻ്റെ മക്കളുടെ വാക്കുകളിൽ ഇഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് ഞാനും അല്ലാഹും തമ്മിലുള്ള എന്തോ ഒരു പ്രശ്നത്തിൽ ഇടർച്ച സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലാക്കേണ്ടത്. അത് ക്ലിയർ ചെയ്യാതെ നമുക്ക് നന്നാവാൻ പറ്റൂല. മുജറഹ്സനോൻ സഗിലാ നഹി തെരി റഹ്ബരി കാ സവാൽ ഹേ. നമ്മൾ നേർവഴിക്ക് പോയിട്ടുണ്ടോ എന്നതാ പ്രശ്നം, കൊള്ളക്കാർ വന്നതല്ല. തൂ ഇധർ ഉധർ കീ ന ബാത് കർ യെ ബച്ചാ കെ ഖാഫില ക്യൂ ലുട്ടാ. എന്തേ നമുക്ക് നഷ്ടം സംഭവിക്കാൻ കാരണം? നമ്മളും അല്ലാഹുവും തമ്മിലുള്ള ബന്ധം മനസ്സുകൊണ്ട് നമ്മൾ അല്ലാഹുവിലേക്ക് അടുത്തോ? ഇതാണ് വിഷയം. ഐഷു സുഅദാ, സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയായിരുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. ആ പ്രഭാത നേരത്തവർ അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നവരാണവർ. വബിൽ അസ്ഹാർ, അസ്ഹാർ എന്ന് പറഞ്ഞാൽ ഏകദേശം രാത്രി ഒരു 3 മണി കഴിഞ്ഞ് സുബഹി വരെയുള്ള സമയം, സഹറിൻ്റെ നേരമാണ്. അപ്പോഴൊക്കെ എഴുന്നേറ്റിരുന്ന് അല്ലാഹു പുറത്തു തരണേ റബ്ബേ, അല്ലാഹു പുറത്തു തരണേ റബ്ബേ, അല്ലാഹുവെ പുറത്തു തരണേ എന്ന് ചിന്തിക്കുന്നവർ. നമുക്ക് ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ പറ്റും, എല്ലാവർക്കും പറ്റും. പണ്ടൊക്കെ പഠിക്കുന്ന കുട്ടികൾ മരണത്തെ ഓർത്തുകൂടാന്നൊക്കെ പറയാം ഉസ്താദന്മാർ അത് പറയുമ്പോൾ. കിതാബിൽ അങ്ങനെ തന്നെ കാണും. ഇന്ന് പഠിക്കുന്ന കുട്ടികൾ നല്ലോ മരണത്തെ ഓർക്കണം എന്നപ്പോൾ പറയേണ്ടത്. അവരാണിപ്പോൾ പിഴച്ചു പോകുന്നത്. നല്ല ഓർക്കണം, അല്ലാഹുവിലേക്ക് മടങ്ങുക. മരിച്ചു പോകേണ്ട ലോകമാണ്. ആത്മാക്കളുടെ ലോകത്തും തുടങ്ങിയ യാത്രയിലെ ചെറിയൊരു ഭാഗത്താണ് നിൽക്കുന്നത്. ഇനി ഖബറിലുള്ള ജീവിതം ദീർഘമാണ്, മഹ്ശറ ദീർഘമാണ്, അതിൻ്റെ ഇടക്കുള്ള 40 ദീർഘമാണ്, പിന്നെ ആലമുൽ ആഖിറ അനശ്വരമാണ്. ഇവിടെ കുറച്ച് നേരത്തൊരു വെയിറ്റിങ്ങിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഇത് ക്ലിയർ ചെയ്യണം. അതിന് മനസ്സ് അല്ലാഹുവിലേക്ക് കൊടുക്കും. അല്ലാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് നമ്മളൊരു നിയ്യത്ത് ചെയ്യുക ഈ സദസ്സിൽ വെച്ചിട്ട്. എന്ത്? നേരത്തെ കിടന്നുറങ്ങണം കേട്ടോ. 2 മണിക്ക് പോയി കിടന്നുറങ്ങിയിട്ട് നിങ്ങൾക്ക് സുബഹി പോലും കിട്ടൂല, ഉറപ്പാ. ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക. അള്ളാഹു നമുക്ക് ആയുസ് ആരോഗ്യം തരുന്ന കാലത്തോളം നമ്മൾ ഇൻഷാ അള്ളാഹ് ചൊല്ലിയിട്ട് 2 റക്അത്തെങ്കിലും ഞാൻ തഹജ്ജുദ് നിസ്കരിക്കും. പിന്നെ സുബഹിനെ പറ്റി വർത്താനല്ലല്ലോ, സുബഹിക്ക് അള്ളാഹുവിനെ പ്രശ്നം വരുന്നില്ല. തഹജ്ജുദിനെ പറ്റി നമ്മൾ പറയുന്നത് 2 റക്അത്ത്. നമ്മുടെ ഈ കാവമ്പടിക്കാർ മുഴുവനും ഈ പരിസര പ്രദേശത്ത് ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടോ നമ്മളൊക്കെയും മരിക്കണവരെ ഞാനത് ചെയ്യും. നമുക്ക് തെറ്റെന്ന് വിട്ടു നിൽക്കണ്ടേ? നമ്മുടെ തെറ്റല്ലാഹു പുറത്തു തരണ്ടേ? നമ്മുടെ ഹൃദയത്തിലേക്ക് ഓരോരോ ചിന്തകൾ വരികയാണ്. ചെറുപ്പക്കാരൊക്കെ നന്നായി ജീവിക്കാൻ നടക്കുന്ന ചെറുപ്പക്കാരെ ചില പെൺകുട്ടികൾ വഴപ്പിക്കുന്നത്, അച്ചടക്കത്തിൽ ഇസ്ലാമിൻ്റെ വേഷമിട്ട് നടക്കുന്ന പെൺകുട്ടികളെ ചില ചെറുക്കന്മാരെ വന്ന് വഴപ്പിക്കുന്നത്. ഇതിന്നൊക്കെ രക്ഷ വേണ്ടേ? അള്ളാഹിൻ്റെ അടുത്ത് രക്ഷപ്പെടണ്ടേ? തിന്മയിൽ നിന്ന് രക്ഷപ്പെടണം,
ശരീരത്തിൽ മാരക രോഗം വരാതിരിക്കാൻ എന്തൊക്കെയാ പറഞ്ഞത് റസൂലുള്ളാഹി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? സ്വാലിഹീങ്ങളുടെ മാർഗമാണത്. പിന്നെ ഖുർബത്തുൻ ഇലല്ലാഹ്, അള്ളാഹുലേക്ക് അടുക്കാനുള്ള വഴിയാണ്. പിന്നെ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് സഹായം കിട്ടും തിന്മയിലേക്ക് പോകാതിരിക്കാൻ. തിന്മകൾ അള്ളാഹു പുറത്തു തരും. ശരീരത്തിന് അള്ളാഹു രോഗം വരാതെ കാത്തു സൂക്ഷിക്കും. 2 റക്അത്തെങ്കിലും മിനിമം. അള്ളാഹു അനുവദിച്ചാൽ, അള്ളാഹു തൗഫീക്ക് തരികയാണെങ്കിൽ നമ്മളൊരു തീരുമാനം എടുക്കുക. ചിലപ്പോൾ ഉറങ്ങിപ്പോയി എന്ന് വരും, അതിനെ സംബന്ധിച്ചല്ല പറഞ്ഞത്. പക്ഷേ നമ്മൾ പരമാവധി പരിശ്രമിക്കും. അത് ചെയ്യുന്ന ആളുകൾ നിലനിർത്തി കൊണ്ടുപോകാൻ നീയത്ത്. ഇതൊക്കെ നിസ്കരിക്കുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, സദസ്സിലുണ്ടാവും. അവരുടെ മുഖത്ത് വെളിച്ചം കാണും, ദുആ ഉണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയും, രാത്രിയുടെ ഇരുട്ടിൽ നിസ്കരിച്ചാൽ അത് പകലിൻ്റെ വെളിച്ചത്തിൽ മുഖത്തിന് ദുആ ആണ്, പ്രകാശമാണ്. അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. അതുകൊണ്ട് ഇനി ഞാൻ പരിശ്രമിക്കുമെന്ന് എല്ലാവരും ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞാട്ടെ, ഓർക്കെ. ഇൻഷാ അല്ലാഹ്. അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് നമ്മൾ ചെയ്യാണ്. ഇതാണ് നിങ്ങളോട് പറയണം. നിങ്ങളാരും 10 രൂപ തരണം എന്നല്ല ഇപ്പോൾ ഇൻഷാ അല്ലാഹിൻ്റെ അർത്ഥം. നിങ്ങളാരും സംഭാവന തരണം എന്നല്ല ഇപ്പോൾ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആരോട് പറയും ചെയ്യരുത്. നിങ്ങളും അള്ളാഹും മാത്രം അറിഞ്ഞാൽ മതി. ഒരാളെയും ഞാൻ ഇന്നലെ നിസ്കരിച്ചിട്ടോ തഹജ്ജുദ് ഒന്നും പറയാൻ നിൽക്കല്ലേ. അതൊന്നും പറയാൻ പാടില്ല. ചില സ്വകാര്യത വേണം, ആരോടും മിണ്ടരുത്. ഇത് നിങ്ങളും പടച്ചോനും മാത്രം അറിഞ്ഞാൽ മതി. ഒരു ആബിദായ മനുഷ്യൻ്റെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. 40 വർഷം അവർ സുന്നത്ത് നോമ്പ് എടുത്തിട്ടുണ്ട്. 40 വർഷം സുന്നത്ത് നോമ്പ്. റമളാനല്ലേ സുന്നത്ത് നോമ്പ്. ഒരു ദിവസം നോമ്പെടുക്കും, പിറ്റേന്ന് എടുക്കൂല. അത് സ്വയാമി ദാവൂദ് നബി അലൈഹിസ്സലാം അങ്ങനെയാ നോമ്പ് നോറ്റിരുന്നത്. വീട്ടുകാരറിഞ്ഞിട്ടില്ല എന്നാ. അത് അത്ഭുതം. കച്ചവടക്കാരനായിരുന്നു. വീട്ടിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചിട്ട് വരും. നോമ്പുള്ള അന്നത്തെ ദിവസം ഉച്ചഭക്ഷണം ആർക്കെങ്കിലും സംഭാവന ചെയ്യും. പിന്നെ മഗ്രിബായ കട പൂട്ടും, വീട്ടിലേക്ക് ചെന്ന് ഭക്ഷണം കഴിക്കും. നോമ്പ് തുറയാണ്. അതിന് മുമ്പ് ചെറുതായിട്ട് നോമ്പ് തുറക്കും. സുബ്ഹാനല്ലാഹ്. നോമ്പില്ലാത്തെന്നാ ഭക്ഷണം. വീട്ടുകാർ വിചാരിച്ചു എന്നും കൊണ്ടുപോകുന്നുണ്ടല്ലോ ടിഫിൻ, ഭക്ഷണം കഴിക്കുന്നുണ്ട്. എവിടെ? 40 വർഷമായിട്ട് അവർക്ക് സുന്നത്ത് നോമ്പായിരുന്നു. ആരും അറിഞ്ഞിട്ടില്ല. മരിച്ചതിന് ശേഷം അറിയണത്. സുബ്ഹാനല്ലാഹ്. സ്വകാര്യമാക്കാൻ പറ്റണം, വിളിച്ചു പറയല്ലേ. നമ്മളും അല്ലാഹുവിലേക്ക് മനസ്സ് കൊടുക്കിൻ, റബ്ബിലേക്ക് അടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കും. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സത്യവിശ്വാസികൾ സുഅദാ, സന്തുഷ്ടരായി കഴിഞ്ഞവർ, ആഖിറത്തിലേക്ക് സന്തോഷത്തോടുകൂടെ കടന്നുപോയവർ ഇങ്ങനെയായിരുന്നു. രാത്രി കുറച്ചേ ഉറങ്ങിയിട്ടുള്ളൂ. അവര് അത്താഴ നേരത്ത് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. എൻ്റെ ചെറുപ്പക്കാരികളെ മനസ്സിലാക്കണം. ഒരു പെൺകുട്ടി മൊബൈൽ ചോദിച്ചോലു, ഉമ്മ നിങ്ങൾ മൊബൈൽ തരി. എന്തിനാണെന്നറിയോ? ഒന്നുമില്ല, എനിക്ക് തഹജ്ജുദ് നിസ്കരിക്കാൻ എഴുന്നേൽക്കാനേ അലാറം വെക്കാനാണ്. അലാറം വെക്കാൻ നിങ്ങൾ മൊബൈൽ തരുന്നു. ഉമ്മ കൊടുത്തു. മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് ഈ കുട്ടി മൊബൈൽ വാങ്ങിച്ചിട്ട് തൻ്റെ കൂട്ടുകാരന് മിസ് കോൾ അടിച്ചിട്ട് വർത്താൻ പറഞ്ഞിരിക്കുക നേരം വിളിക്കോളെന്ന്. സുബ്ഹാനല്ലാഹ്. ഉണ്ടായൊരു ഒരു സംഭവം പറയാം. നമ്മളെ ഈ ജില്ലയിലല്ല എന്ന് മാത്രം. ഇത് കണ്ണൂരല്ലേ, കണ്ണൂർ ജില്ലയല്ലേ, നിങ്ങളെ ജില്ലയിലല്ല. അതിലപ്പുറം വല്ലതും നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ലേ. ഈ സംഭവം നടന്നത് നിങ്ങളെ ജില്ലയിലല്ല. ഉമ്മ മൊബൈൽ തരി, അലാറം വെച്ച് എണീക്കാനാ മോള് പറയാം. എന്നിട്ട് ഇവള് മിസ് കോൾ അടിക്കുക ചെക്കന്. അപ്പോൾ അങ്ങോട്ട് വിളിക്കുക നേരം വിളിക്കോളും. നേരം പുലരുന്ന സമയത്ത് പടച്ചവനെ പുറത്തു തരണേ, അള്ളാഹുവെ പുറത്തു തരണേ, പടച്ചവനെ മാപ്പാക്കി തരണേ എന്ന് ചോദിക്കേണ്ടവരാണ് വിശ്വാസികൾ. അതാ ചോദിക്കേണ്ടത്. അള്ളാഹുവിനോട് പൊറുക്കലിന് ചോദിക്കുന്നവർ. അവർ പാപങ്ങളെക്കുറിച്ച് പേടിയിലാണ്. സത്യവിശ്വാസികൾ ഭയങ്കര പേടിയിലാണ്, പേടിക്കേണ്ടവരാണ്. സന്തോഷം ലഭിക്കുന്ന ജീവിതം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിനോട് തിന്മ ചെയ്യലിൻ. മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു മഹാനായ സഅദ് റളിയല്ലാഹു അൻഹുവിന് ഉപദേശം നൽകി കൊടുക്കുന്നുണ്ട്. മഹാനായ സഅദേ, നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചത് മഹാനായ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഭൂമിയിലേക്ക് ഇറങ്ങാൻ പറഞ്ഞയച്ചത് തിന്നരുത് എന്ന് പറഞ്ഞ ഒരു പഴം തിന്നതിൻ്റെ പേരിലാണ്. ഒരിക്കൽ കള്ളുടിച്ചിട്ടുണ്ട്. എന്താ നിന്റെ ചിന്ത? നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ എന്താണ് എനിക്ക് സംഭവിക്കാൻ പോകുന്നത്? ഒരു നേരത്തെ ഒരൊറ്റ തവണ
സയ്യിദുന ആദം നബി അലൈഹിസ്സലാമിനോട് ചെയ്യരുതേ എന്ന് പറഞ്ഞ ഒരു കാര്യം മഹാനായ ആദം നബി അലൈഹിസ്സലാം ചെയ്തു പോയ ഒരൊറ്റ പഴം ഭക്ഷിച്ചതിന്റെ പേരിലാണ് ഇറങ്ങിപ്പോയിക്കോളൂ എന്ന് അള്ളാഹു മഹാനായ നമ്മുടെ വല്ലിപ്പയോട് പറഞ്ഞത്. ഒരൊറ്റ പഴം തിന്നതിന്റെ പേരിൽ അള്ളാഹുവിന്റെ ശിക്ഷ എങ്ങനെയാണെന്ന് ആലോചിച്ചിട്ടുണ്ടോ? എന്റെ ആദമിന് അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ സുജൂദ് ചെയ്യാൻ ഇബ്ലീസ് വിസമ്മതിച്ചപ്പോഴാണ് ഉഖ്റുജ് മിൻഹാ ഫഇന്നക റജീം ഫഇന്ന ലക അല്ലാ തതകബ്ബറ ഫീഹാ, ഇവിടെ നിന്റെ അഹങ്കാരം പറ്റില്ല ഇബ്ലീസ്, ഇറങ്ങിപ്പോയിക്കോ ഇവിടെ നിന്ന്. അള്ളാഹു സ്വർഗ്ഗലോകത്ത് നിന്ന് അട്ടിപ്പായിപ്പിച്ചത് ഒരു സുജൂദ് ചെയ്യാൻ മടിച്ചതിന്റെ പേരിലാ. നിസ്കാരം ഖളാക്കുന്ന ചെറുപ്പക്കാര, ഒരു നിസ്കാരത്തിലെ എത്ര സുജൂദാണ് നമ്മൾ ചെയ്യാതെ പോകുന്നത്? ആലോചിക്കണം. നിസ്കാരം ഖളാക്കുന്ന ചെറുപ്പക്കാര, നിന്റെ നിസ്കാരത്തിന്റെ ഗൗരവം നീ ആലോചിച്ചിട്ടുണ്ടോ? ഒരൊറ്റ സുജൂദ് ചെയ്യാത്ത ഇബ്ലീസിനെ അല്ലാഹു അട്ടിയോടിച്ചിട്ടുണ്ട്. അല്ലാഹുവിന്റെ ശിക്ഷ ഭയങ്കരമാണ് സഅദേ എന്ന് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ഗവർണറായിരിക്കെ അമീറുൽ മുഅ്മിനീൻ എഴുതി കൊടുക്കുന്നു ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. അങ്ങനെ പേടിച്ചപ്പോഴാണ് മഹാനായ മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു ഓടി വന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക്. അവര് മദീനത്ത് നിന്ന് കല്യാണം കഴിച്ചൊരു സ്വഹാബിയാണ്. ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു, അടുപ്പത്തിലായിരുന്നു. ഇതൊക്കെ ദുനിയാവ് ഖിയാമത്ത് നാൾ വരെ വരാൻ പോകുന്ന കഥകൾ ഇതാണ്. അതിൻ്റെയൊക്കെ സാമ്പിളുകൾ അല്ലാഹു തആല അന്ന് തന്നെ കാണിച്ചെന്ന്. ഇതൊക്കെ ഈ ലവ് സ്റ്റോറിയൊക്കെ ഇനിയും നടക്കും ലോകത്ത്. എന്ത് നമ്മൾ ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? ഒരു മുസ്ലിം എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ റസൂലിനോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇന്നൽ അബ്അദ ഖദ് സനാ യാ റസൂലല്ലാഹ്. ആരാരുമില്ലാത്തൊരു നേരത്തെ തക്കം പാർത്ത് ഈ തന്നോട് ചങ്ങാത്തം കാണിച്ച പെണ്ണിന്റെ കൂടെ ഒരുമിച്ച് കിടന്ന് സിന ചെയ്ത് വ്യഭിചരിച്ച ആ ഒരു സാഹചര്യത്തിൽ ഓടി വന്നിട്ട് പറഞ്ഞു, പിശാച് പലതും മോഹിപ്പിക്കും. പിശാച് പറയും കുഴപ്പമില്ലല്ലോ, പിശാച് പറയും ആരും അറിയില്ലല്ലോ, പിശാച് പറയും ഇത് ഒരിക്കലാണല്ലോ, പിശാച് പറയും തിരക്കേടില്ലല്ലോ. തിന്മകൾ ഇങ്ങനെ മനോഹരമാക്കി തന്ന് അത് ചെയ്തു കഴിഞ്ഞാൽ പിശാച് വിട്ടുനിൽക്കും, എന്നെ കുറ്റം പറയല്ലേ എന്ന്. ഇതാണ് തിന്മയുടെ വിഷയം. ഇത് തന്നെ സംഭവിച്ചു മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന് സംഭവിച്ചു പോയി. തിന്മ സംഭവിച്ചു പോയി. എന്താ മുഅ്മിനെ? ഒരു ചെറുപ്പക്കാരൻ്റെ അനുഭവം പറഞ്ഞു. അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുമാറാകട്ടെ. അദ്ദേഹം തൗബ ചെയ്ത് മടങ്ങി ദ്വാരക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഒരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്ത ചെറുപ്പക്കാരൻ, അത് നിങ്ങളെ ജില്ലക്കാരനാണ്. പക്ഷെ ആളെ പേരൊന്നും ഞാൻ പറയില്ല, നിങ്ങൾ ചോദിച്ചാലും പറഞ്ഞു തരില്ല, അത് കോൺഫിഡൻഷ്യലാണ്. അങ്ങനെ നടന്നൊരു ചെറുപ്പക്കാരൻ വ്യഭിചരിച്ചു. ഇവിടെ അല്ല, ഗൾഫിൽ വ്യഭിചാരം സംഭവിച്ചു. ഞാൻ അന്തം വിട്ടുപോയി റബ്ബേ. ഇങ്ങനെ അതും എപ്പോഴും ദിക്റും സ്വലാത്തും ചൊല്ലി നടക്കുന്ന ചെറുപ്പക്കാരൻ, വളരെ സ്വാലിഹിങ്ങളുടെ കൂടെ വലിയ വലിയ അറിയപ്പെടുന്ന ഉസ്താദുമാരുടെ കൂടെ ഒക്കെ പരിചയമുള്ള ആൾ. മനുഷ്യൻ്റെ കഥ ഇത്രയേ ഉള്ളൂ. നമ്മൾ സ്വലാത്തും ദിക്റൊക്കെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് നടക്കല്ലേ, നമ്മളൊക്കെ പിശാച് തട്ടിക്കൊണ്ടുപോകും. ചില നേരത്ത് ബുദ്ധിയൊക്കെ പോകും. എത്ര അച്ചടക്കമുള്ള മക്കളാണ് മദ്രസയിൽ 8ഉം 10ഉം കൊല്ലം പഠിച്ച പെൺകുട്ടികളാണ് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത്. ആലോചിക്കണം, പഠിക്കാത്തതുകൊണ്ടാണോ? ഉമ്മയും വാപ്പിയും നല്ല മനുഷ്യന്മാർ ഇറങ്ങിപ്പോണില്ലേ? ചാടിച്ചു കൊണ്ടുപോകുന്ന ചെറുക്കന്മാരില്ലേ? ഇവരൊക്കെ പഠിക്കാത്തതുകൊണ്ടാണോ? അല്ല, ഒരു നേരത്തെ പിശാച് ചിന്തിപ്പിക്കുകയാണ്. അള്ളാഹിനോട് കാവൽ കിട്ടണമെങ്കിൽ തഹജ്ജുദ് നിസ്കരിച്ചോളി. അള്ളാഹു കാവൽ തരട്ടെ, അള്ളാഹു കാവൽ തരട്ടെ. ഇങ്ങനൊരു പെണ്ണിൻ്റെ മുഖത്ത് കണ്ണുയർത്തി നോക്കാത്തൊരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണുമായി വ്യഭിചരിച്ചു എന്ന് കേട്ടവൻ ഞാൻ അത്ഭുതപ്പെട്ടു. യാ റബ്ബേ, ഇങ്ങനെ സംഭവിക്കോ? ഇങ്ങനെ സംഭവിക്കോ? കള്ളു കുടിച്ച് നടക്കുന്ന ആളെ പറ്റിയാണെങ്കിൽ നമുക്ക് ഓക്കെ, ഒരു ബുദ്ധിയില്ലാത്ത മനുഷ്യനാണ്. ആ ചെറുപ്പക്കാരൻ ഭയങ്കര വിഷമത്തിലാണ്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹു ഓർക്കും, നമ്മളെല്ലാവർക്കും അള്ളാഹു പുറത്തു തരട്ടെ. മനുഷ്യന്മാർ അറിഞ്ഞു കേൾക്കുമ്പോൾ നമ്മൾ ബേജാറാണ്. ഇത് ആരും അറിഞ്ഞാൽ അദ്ദേഹം പഠിച്ചവനും തമ്മിലുള്ള വിഷയമാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മസാല ചോദിക്കാൻ വേണ്ടി വിളിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു.